ഹായ് ഓൾ. നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്തൂസിയാസം വേണമെന്ന്. നമ്മളെന്താണ് എന്തൂസിയാസം? എന്തൂസിയാസം എന്ന് പറഞ്ഞൊരു പവർഫുൾ ഇമോഷനാണ്. ഇൻറ്റൻസ് എക്സൈറ്റ്മെൻറ്റ്, ഒരു പാഷൻ, ഒരു ഒരു പോസിറ്റീവ് എൻകറേജിങ് ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ നമുക്ക് ഒരു എൻകറേജിങ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് വരുന്നത് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും. തന്നെയല്ല, നമുക്കത് കണ്ടേജിയസ് ആണ്. തൊട്ട് നമ്മളോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അത് ഫ്യൂവൽ ചെയ്യുക, ഒരു മോട്ടിവേഷനാണ്, ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ്. ക്രിയേറ്റിവിറ്റി വരും, ഇന്നൊവേഷൻ വരും. ഒരു എന്തൂസിയാസ് എപ്പോഴും പലർക്കും ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. ചാലഞ്ചിങ് ടൈമിലൊക്കെ നമ്മൾ എന്തൂസിയാസ്റ്റിക് ആയി കഴിഞ്ഞാൽ വളരെ ഡൈനാമിക് ആയിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള വർക്കായിരിക്കും നമ്മൾ ആ അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വിജയത്തിന് ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൂസിയാസം പറയണം. എന്തൂസിയാസം വന്നു കഴിയുമ്പോൾ എന്തൂസിയാസം ഈസ് എ ഫോം ഓഫ് സോഷ്യൽ കറേജ്. നമുക്ക് പലപ്പോഴും പല പോയട്രി വന്നിട്ടുള്ളതും ചില നോവൽസ് വന്നിട്ടുള്ളതും എല്ലാം ഇത് എഴുതുന്ന ആൾക്കാരുടെ എന്തൂസിയാസത്തിൽ നിന്നാണ്. ഇപ്പോൾ വാൾട്ട് വിറ്റ്മാൻ്റെ മോട്ടിവേഷണൽ എസ്സേ, അല്ലെങ്കിൽ പിന്നെ വാൾത് എമേഴ്സൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു ഇൻ്റർ കണക്റ്റഡ് എലമെൻ്റാണ് എന്തൂസിയാസം എന്ന് പറയുമ്പോൾ. ഭയങ്കരമായ ഒരു മോട്ടിവേഷൻ, ഇൻറ്റൻസ് മോട്ടിവേഷൻ. അപ്പോൾ നമുക്കിവിടെ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഒരുപാട് പേര് എന്തൂസിയാസത്തെക്കുറിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഈ എന്തൂസിയാസം പലപ്പോഴും ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നയിക്കുന്നുണ്ട്. കണ്ടേജിയസ് ആണ്, മറ്റുള്ളവരെ കൂടെ, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കൂടെ അത് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൂസിയാസമാണ് പലപ്പോഴും നമുക്ക് ലോങ് ടേം സക്സസ്സിലേക്ക് നയിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കെപ്പോഴും നമുക്കെപ്പോഴും ഒരു എന്തൂസിയാസത്തിന് വേണ്ടി നമ്മളിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പവർ ഓഫ് എന്തൂസിയാസം ഇതൊരു ബുക്ക് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എപ്പോഴും നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊരു അഡീഷണൽ എന്തൂസിയാസം വരാൻ പറ്റുന്നത്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു റോക്കറ്റിന് ഫ്യൂവൽ കൊടുത്ത പോലെ ആയിരിക്കണം. അപ്പം അവിടെ നമുക്ക് വരുന്നത്, നമുക്ക് എന്തൂസിയാസം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് ഇങ്ങനെ റോക്കറ്റ് കത്തിച്ച് വിട്ടതുപോലെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എന്തൂസിയാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? ലീഡർഷിപ്പിൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? നമുക്ക് എന്തൂസിയാസം നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യും. പേഴ്സണൽ ഡെവലപ്മെൻറ്റിനാണെങ്കിലും ശരി, പേഴ്സണൽ ഗ്രോത്തിനാണെങ്കിലും ശരി, നമുക്ക് സെൻറ്റേർഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുന്നതിനാണെങ്കിലും ശരി, നമുക്ക് നല്ല റിലേഷൻഷിപ്പിനാണെങ്കിലും ശരി, നമുക്കതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനും, സ്പോർട്സ് അത്ലറ്റിക് ആക്ടിവിറ്റീസിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമുക്കൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറാനാണെങ്കിലും ശരി, പീക്ക് പെർഫോമൻസിനാണെങ്കിലും ശരി, നമുക്ക് പലപ്പോഴും എന്തൂസിയാസം ഇൻ എഡ്യൂക്കേഷൻ, അപ്പോൾ ടീച്ചിങ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ്, അതല്ലെങ്കിൽ നമുക്ക് എന്തൂസിയാസം എടുക്കാനായിട്ട് പലപ്പോഴും എന്തൂസിയാസമുള്ള ലീഡേഴ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്താൽ മതി. അവരിൽ നിന്ന് നമുക്ക് വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ട് നമുക്കത് കിട്ടും. നമുക്ക് വർക്ക് പ്ലേസിൽ ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അധികം നമുക്ക് എന്തൂസിയാസം കിട്ടും, ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ എന്തൂസിയാസം എപ്പോഴും നമുക്ക് ഒരു ഹാബിറ്റായിട്ട്, ചിലരെ സംബന്ധിച്ച് ഒരു ഹാബിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്കൊരു ടെക്നിക്കായിട്ട് ഇൻസ്പയറിങ് എന്തൂസിയാസം ഇൻ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് കൊളീഗ്സ്. അപ്പോൾ ഇതിനെ ഒരു ആർട്ടിസ്റ്റിക്കായിട്ട്, ഒരു ക്രിയേറ്റീവ് മൈൻഡിനെ നമുക്ക് ചാനൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു റെസീലിയൻസിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇന്നോവേഷൻസിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാര്യത്തിന് നമുക്ക് വോളണ്ടറി ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് മറ്റുള്ളവരിൽ, പബ്ലിക് സ്പീക്കിങ്ങിൽ, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഓഡിയൻസിൽ, നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരു ഓഡിയൻസിൽ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മൊത്തം എന്തൂസിയാസം വരും. അപ്പോൾ എന്തൂസിയാസം ഇൻ ഡിസിഷൻ മേക്കിംഗ്, വളരെ ബോൾഡായിട്ട് ഇഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് വളരെ ഡൈനാമിക്കായിട്ട് പെരുമാറുമ്പോൾ വളരെ ഷെയർഡ് എന്തൂസിയാസം മിലിറ്ററിയിൽ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്യുമ്പോൾ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയിൽ, അതല്ലേ നമുക്ക് അതിനുവേണ്ടി ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന ഇന്നോവേഷൻ. ഇപ്പോൾ ഡോക്ടർ കലാമിനെ കുറിച്ചൊക്കെ വളരെ എന്തൂസിയാസം പറയാറുണ്ട്. അപ്പോൾ എന്തൂസിയാസം എപ്പോഴും നമുക്ക് അടുത്ത അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫ്യൂവൽ ചെയ്യും, ടെക്നോളജി എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്തൂസിയാസം നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഫ്യൂവൽ ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ഉണ്ടാകുന്നൊരു മാറ്റം,
നമുക്കൊരു ഡിഫറെൻ്റ് കൾച്ചറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തൂസിയാസമാണ് വാല്യൂ ചെയ്ത് മുന്നോട്ട് കയറി പോകുന്നത്. എന്തൂസിയാസം കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കിനകത്ത്, മ്യൂസിഷ്യൻസിനകത്ത് അവരൊക്കെ ഇൻഫ്യൂസ് ചെയ്യുന്ന ഗോൾ സെറ്റിങ്ങിനകത്ത്, അതല്ലെങ്കിൽ നമുക്ക് മീനിങ് ഫുൾ ഗോളായി വരുമ്പോഴത്തേക്കും, അതല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിനകത്ത്, അതല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ ക്രൈസിസ് വരുമ്പോഴത്തേക്കും വളരെ കോൺഫിഡൻസോട് കൂടി അതിനെ നേരിടുന്നതിനകത്ത്, വർക്ക് ലൈഫ് ബാലൻസിനകത്ത്, അതല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് നയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള റോള് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, ഫിലാന്ത്രോപ്പിക്കകത്ത്, അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റ മൈൻഡ്ഫുൾനെസ്സിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിങ്ങിനകത്ത് പലപ്പോഴും നമുക്ക് കണക്ഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനകത്ത്, അതുപോലെ തന്നെ സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഒരു മൈൻഡ് സെറ്റ് ഫോം ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരു കൾച്ചറൽ ഐക്കണായി മാറാനായിട്ട്, അതല്ലെങ്കിൽ നമുക്കൊരു ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്, ഒരു കൾച്ചറൽ ഒരു അപ്രിസിയേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഇവിടെയൊക്കെ നമുക്കൊരു വളരെ ശക്തമായൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാനായിട്ട്, അതല്ലെങ്കിൽ ഒരു ലേണിംഗ്, ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഫാമിലി ഡൈനാമിക്സിനകത്ത്, ഒരു റിലേഷൻഷിപ്പിനകത്ത്, അതല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റബിലിറ്റി ഇൻ ഫേസ് ഓഫ് ചാലഞ്ച് നമുക്ക് എടുക്കുമ്പോഴത്തേക്കും, അതല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്, ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട്, ഇനി കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകാനായിട്ട്, ഇവിടെയൊക്കെ നമുക്ക് എന്തൂസിയാസം ഇത് ഉപയോഗിക്കാം നമുക്ക്. അതല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ഹൗ ഡിഫറെൻറ്റ് ജനറേഷൻസ് എക്സ്പ്രസ് എന്തൂസിയാസം, വലിയ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ വെർച്വൽ നെറ്റ്വർക്കിനകത്ത് എന്തുമാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, സോഷ്യൽ മീഡിയക്കകത്ത് എന്തുമാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കോഹറൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടീംസിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൂസിയാസം അത്രമാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇമോഷണൽ ഹെൽത്തിന് നമുക്ക് എന്തൂസിയാസം ഉപയോഗിക്കാൻ എങ്ങനെ പറ്റും, അതല്ലെങ്കിൽ ഒരു പേഴ്സണൽ എന്തൂസിയാസം നമുക്കൊരു വർക്ക്ഷോപ്പുകളിൽ എങ്ങനെയാണ് അത് ഹാർനസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതല്ലെങ്കിൽ നെഗോസിയേഷൻ സ്കില്ലിനകത്ത് നമ്മുടെ എന്തൂസിയാസം അതൊരു വാല്യുബിൾ അസറ്റായിട്ട് മാറുന്നത് നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്കൊരു വൈബ്രൻ്റ് കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ലീഡർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ബെറ്റർ ആക്കാനായിട്ട്, നമുക്ക് ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതും അല്ലെങ്കിൽ നമുക്ക് എന്തൂസിയാസം കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഫ്യൂവൽഡ് ബൈ എന്തൂസിയാസം, നമുക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള റോൾ മോഡൽസിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എപ്പോഴും നമുക്ക് സഹായകരമാണ്. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ വരുന്നത് ഒരു റെസീലിയൻസ് വരാനായിട്ട്, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് പല വിധത്തിൽ നമ്മളിത് എംപവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു എക്സ്പ്ലോഡിങ് ഒരു അനുഭവമാണ് സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കാനായിട്ട്, അതല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എലമെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനായിട്ട്, ഈ പ്രൊഫഷണൽ ലെവൽ വളരെ ഉയർത്താനായിട്ട്, ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരാനായിട്ട്, അതും അല്ലെങ്കിൽ നമുക്ക് ലേണിംഗ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് മെച്ചപ്പെടുത്താനായിട്ട്, ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് കൊണ്ടുവരാനായിട്ട്, അതും അല്ലെങ്കിൽ നമുക്ക് പരസ്പരമുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ചിലപ്പോൾ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് ലെവറേജ് ചെയ്യാനായിട്ട്, കൾച്ചറൽ ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പവർഫുൾ ടൂൾ ഒരു ഇമോഷണൽ എക്സ്പ്രഷന് വേണ്ടിയിട്ട് എന്തൂസിയാസം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിനകത്ത് ഈ പറഞ്ഞ എന്തൂസിയാസം കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന മൊത്തം ആൾക്കാർ ഫുള്ളി ചാർജ്ഡ് ആവുകയാണ്. മൊത്തം ആൾക്കാർ അവരെല്ലാം എന്തൂസിയാസത്തിലേക്ക്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൂസിയാസം ഉപയോഗിക്കാവുന്ന ഒരുപാട് അഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പെട്ടെന്ന് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഒരു സ്പാർക്ക് പോലെ നമ്മളിൽ വരുവാണ്, ഇലക്ട്രിഫൈയിങ് പോലെ. അപ്പോൾ അത് നമുക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേറ്റീവ് ഫീൽഡ് നമ്മുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് തരുവാണ്. പോസിബിലിറ്റീസ് ഓപ്പൺ ചെയ്ത് തരുവാണ്. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും നമുക്ക് ഉണ്ടാക്കി തരുവാണ്. അതേപോലെ തന്നെ നമുക്കൊരു നേരത്തെ ഉള്ള ഒരു എന്തൂസിയാസം ഒരുപാട് റീഇൻഫോഴ്സ്മെൻറ്റ്, നമുക്കൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്നു.
അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ നമുക്ക് എന്തൂസിയാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് ആ എന്തൂസിയാസം വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ഥലകാലം നമുക്ക് മറന്നു പോവുകയാണ്. ലൈഫ് ലോങ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എന്തൂസിയാസം ഉപയോഗിക്കാം. അപ്പം എന്തൂസിയാസം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താനായിട്ട്, അപ്പോൾ എന്തൂസിയാസം എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഓരോ ദിവസവും വർഷങ്ങളും മാസങ്ങളും ഒക്കെ നമ്മൾ എന്തൂസിയാസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൂസിയാസം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.